ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കമ്പ്യൂട്ടർ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്: നമ്മളാരും സംതൃപ്തരല്ല. ലോകം തരുന്ന നൈമിഷിക സുഖങ്ങളെ വേണ്ടുവോളം ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് എല്ലാവരും. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തെ ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കണ്ടു. അതുകൊണ്ടാണ് പുൽക്കുട്ടി പിറന്ന ഉണ്ണീശോ നമ്മളോട് പറയുന്നത്, സന്മനസ്സുള്ളവർക്ക് സമാധാനം. സന്മനസ്സുള്ളവരുടെ സമാധാനമാണ്. ഭൗതിക സമൃദ്ധിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു സമാധാനമല്ല, ഹൃദയവിശുദ്ധിയിൽ നിന്ന് ഉരുത്തിരിയുന്ന സമാധാനമാണ് ദൈവപുത്രന്റെ ജനനത്തിൽ ദൈവദൂതന്മാർ ആശംസിച്ചത്. ആ സമാധാനത്തിന്റെ പ്രതീകമാണ് കാലിത്തൊഴുത്തിൽ അവതരിച്ച ക്രിസ്തുനാഥൻ. എല്ലാറ്റിൻ്റെയും ഉടയവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നുമില്ലാത്തവനായി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സ്വയംപരിത്യാഗം സംതൃപ്തിയും സമാധാനവും പ്രദാനം ചെയ്യും. ക്രിസ്തുമസിൻ്റെ അടിസ്ഥാന ഘടകം അതാണ്. തന്നിൽ നിന്നും വിഘടിച്ചു പോയ മനുഷ്യന് സമാധാനത്തിൻ്റെ സന്ദേശം ഒരിക്കൽ കൂടി മന്ത്രിച്ചു കൊടുക്കുവാൻ മനുഷ്യാവതാരം ഒരിക്കൽ കൂടി പൊരുത്തക്കേടിൻ്റെയും താളം തെറ്റിൻ്റെയും ലോകത്തിൽ ശാന്തിയും സമാധാനവും അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇന്നിൻ്റെ മനുഷ്യൻ, സ്ഫോടനത്തിലൂടെ കിടിലം കൊള്ളുന്ന മനുഷ്യൻ, ശുഷ്കിച്ച കൈക്കുമ്പിളുമായി ശാന്തി എവിടെ എന്നന്വേഷിച്ചുകൊണ്ട് ഭിക്ഷാടനം നടത്തുകയാണവൻ. അവൻ്റെ കൈക്കുമ്പിളിൽ ശാന്തിയുടെ അമൃതത്വം പകരുവാൻ, അവൻ്റെ മനസ്സിനെ സമാധാന സമ്പുഷ്ടമാക്കുവാൻ ഇന്നത്തെ ക്രിസ്മസിന് സാധിക്കുന്നുണ്ടോ? അനീതിയിൽ നിന്നും അക്രമത്തിൽ നിന്നുമുള്ള മോചനം, സ്വാർത്ഥതയിൽ നിന്നും അഹന്തതയിൽ നിന്നുമുള്ള വിമുക്തി, ശത്രുതയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നുമുള്ള വിടുതൽ, ഇതെല്ലാം ക്രിസ്തുവിലൂടെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.